ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു മുട്ടയുടെ മഞ്ഞ പോർഷൻ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 2 പിഞ്ചോളം വരുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു സ്പൂണോ അതുപോലെ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഓംലേറ്റ് മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ മിക്സിങ് അത്യാവശ്യം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിയായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിയുടെ പകുതിയും ഒരു പച്ചമുളകും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും ഇതെല്ലാം നന്നായിട്ട് വളരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളകൊന്ന് ചതക്കി എടുത്തതാണ്. മിക്സിയുടെ ചെറിയ ജാറിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇത് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ടത്, ഇതിലേക്ക് ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ അതായത് നമുക്ക് ഇതേപോലെ 1 ടീസ്പൂൺ ബട്ടർ വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചട്ടി നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. ബട്ടർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കൂടി പോയിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ആ കളർ തന്നെ മാറിപ്പോകും. ഒരു കറുത്ത് പുകഞ്ഞ ഒരു കളറായി വരും. അങ്ങനെ വരാതിരിക്കാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ആവശ്യത്തിന് കോരി ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് കോരി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഈ ഒരു പാന് ചെറിയ പാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് മടക്കി റെഡിയാക്കി അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പാനാണെങ്കിലും ഇതിലേക്ക് 2 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ പാനാണ് നിങ്ങളുടെയെങ്കിൽ 1 ബ്രെഡ് നടുക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് വയ്ക്കുമ്പോൾ 1 ബ്രെഡ് വെച്ചിട്ട് അടുത്ത ബ്രെഡ് വയ്ക്കുമ്പോൾ ഒരല്പം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഓരോ പീസ് വെച്ചിട്ട് നമ്മൾ ഓംലേറ്റിൻ്റെ 2 സൈഡും ഇതേപോലെ ബ്രെഡിൻ്റെ മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് 1 ബ്രെഡ് അടുത്ത ബ്രെഡിൻ്റെ മുകളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു ഭാഗം ആയതിനു ശേഷം മറ്റേ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്കിത് 4 മണി ചായയുടെ ഒപ്പവും കഴിക്കാൻ പറ്റിയതാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനും നല്ല അടിപൊളിയാണ്. പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല, അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഐറ്റം കൂടിയാണ്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ക്രോസായിട്ട് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.